പടിഞ്ഞാറേ വരാന്തയിൽ ഗേറ്റിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന അമ്മ. പറഞ്ഞുറപ്പിച്ച സമയം കുറച്ചൊന്നു വൈകിയാൽ പരിഭ്രമിച്ച് ഫോൺ വിളിയുമായി ഓടി നടക്കും. ഇനി ഞങ്ങളുടെ വരവിനായി കാത്തിരിക്കാനോ പരാതി പറയാനോ ഇല്ല. എല്ലാം ഒന്നൊന്നായി ശൂന്യതയിൽ അലിയുന്നു. സന്ധ്യാനാമം ചൊല്ലാനിരുന്നാൽ മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികൾ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടേ എഴുന്നേൽക്കൂ. അമ്മയുടെ കൈപുണ്യമായ അച്ചാറും ജാമും സ്കാഷ് നെല്ലിക്ക വൈനും അതിന്റെ സ്നേഹരുചി അറിയാത്തവരായി അയൽക്കാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കെന്നും ഞാനുണ്ണിയായിരുന്നു. സുബുണ്ണി ഓർമ്മത്തൂവലുകൾ ഓരോന്നായി പൊഴിയുമ്പോഴും ഇതാരാ എന്ന ചോദ്യത്തിനു മുന്നിൽ ചെറുചിരിയോടെ നോക്കിയിരിക്കും. ഞാൻ സുബുണ്ണിയാണമ്മേ എന്ന മറുപടി കേട്ടാൽ ഏറെ ചിരിയോടെ ആ സുബുണ്ണി എന്റെ മോളാ. ആ വാക്കും ചിരിയും നോട്ടവും മറക്കാനാവുന്നില്ല അമ്മേ. ആ വിളിയിൽ ഞാൻ എന്നും ഒരു കൊച്ചു പൈതലായിരുന്നു. ഇനിയില്ല ആ ശബ്ദം. എന്റെ ഉള്ളിലെ ഉണ്ണിയും അതോടെ എരിഞ്ഞടങ്ങി. ഇപ്പോൾ ഞാൻ എന്റെ പ്രായത്തെ തിരിച്ചറിയുന്നു അമ്മേ. കുറച്ചു നാളുകളായി കാളാനിയിൽ പോകണം എന്ന ഉത്സാഹത്തിൽ ബാഗ് ഒതുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. ഒരു 2 ദിവസമെങ്കിലും മക്കളോടുമൊപ്പം ആ വീട്ടിൽ കഴിയാൻ അമ്മ ആഗ്രഹിച്ചിരുന്നു. കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വച്ചാണല്ലോ ഓരോ ജീവനും കടന്നുപോകുന്നത്. അമ്മയെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് എഴുതണമെന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷേ വിസ്മൃതിയുടെ അടപ്പുകൾ ഉറക്കെ തട്ടി തുറന്നുകൊണ്ട് ഓർമ്മകളൊരൊന്നും പേനത്തുമ്പിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതൊരു തുടക്കമാണ്, അവസാനമില്ലാത്ത തുടക്കം.